ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ N8Nൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതായത് N8N എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതും അതുപോലെ നോഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, AI ഏജൻറ്റിനെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നു. അതിൻ്റെ ഒരു നെക്സ്റ്റ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു AI ഏജൻറ്റിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബുക്ക് കീപ്പിംഗ് AI ഏജൻറ്റ് എന്ന് പറയാം. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഉള്ള ബിസിനസ്സസിനും അതുപോലെ നിങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കുമൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ ട്രാക്ക് ചെയ്യാനായിട്ടും അതൊക്കെ ഒരു എക്സൽ ഷീറ്റിൽ ആഡ് ചെയ്യുന്ന ഒരു AI ഏജൻറ്റിനെയാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾക്കിപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻവോയ്സസ് ഉണ്ടായിരിക്കും, ഇൻവോയ്സസും ബിൽസും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെല്ലാം ഒരു എക്സലിലേക്ക് ആഡ് ചെയ്യുന്നതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻവോയ്സ് ഡിഫറെൻറ്റ് ഫോർമാറ്റിലായിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത്. ഒന്നെങ്കിൽ ചിലപ്പോൾ PDF ആയിട്ട് മെയിൽ വഴി വരാം, അങ്ങനെയായിരിക്കും കിട്ടുക. അപ്പോൾ ആ ഒരു PDFനെ അപ്ലോഡ് ചെയ്താൽ ആ PDFിൽ നിന്നുള്ള ഡേറ്റ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് നമുക്ക് വേണ്ട കോളംസ് ഒക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി ഈ PDFിലെ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യും ഈ AI ഏജൻറ്റ്. ഇനി PDF അല്ല, ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമുക്കൊരു ബില്ലാണെന്ന് വിചാരിക്കുക. ആ ബില്ലിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഒരു ഫോട്ടോ ഒരു ഇമേജ് ആയിട്ട് ഈ നമ്മുടെ ഏജൻറ്റിന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ആ ഇമേജിൽ നിന്നും ആ ഡേറ്റാസ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ ഇൻവോയ്സിലേക്ക് അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഏജൻറ്റ് ആഡ് ചെയ്യും. അങ്ങനെയുള്ളൊരു ഏജൻറ്റിനെയാണ് നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. N8N യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ഏജൻറ്റിനെ ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഒന്ന് നോക്കാം, എന്നിട്ട് ഇത് സ്ക്രാച്ചിൽ നിന്ന് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ബില്ല് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കിത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണൊരു സാമ്പിൾ ഹോട്ടലിൻ്റെ ബില്ലാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നെയിം ഓഫ് ദ പേഴ്സൺ ഉണ്ട്, ആ ഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് ഉണ്ട്. 260 എന്നുള്ള ഒരു ടോട്ടൽ എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഏജൻറ്റിന്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗൂഗിൾ ഷീറ്റ്. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ ഡേറ്റാസ് ആഡ് ആവേണ്ടത്. ഇവിടെ നമുക്ക് എക്സ്ട്രാ എന്ത് കോളം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പം ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ആകെ ഇവിടെ നമ്മൾ ഈ ഒരു 5 കോളമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു ബില്ലിൻ്റെ അകത്തു നിന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ആഡായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 260 എന്നുള്ളതായിരുന്നു നമ്മൾ ബില്ല്, ഇതായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ബില്ല്. അതിൻ്റെ അകത്ത് ഈ ഡേറ്റ എല്ലാം കറക്റ്റായിട്ട് എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ നെയിമും ഡീറ്റെയിൽസും എല്ലാം അഡ്രസ്സായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്യൂ ചെയ്ത ഡേറ്റും, അതായത് ചെക്ക് ഇൻ ചെയ്ത ഡേറ്റും ചെക്ക് ഔട്ട് ചെയ്ത ഡേറ്റും എന്നുള്ള രീതിയിൽ അതും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുത്ത ആ ഒരു ബില്ലിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്ത് ആഡ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഇമേജാണ് കൊടുത്തത്. ഇനി ഞാനൊരു PDF അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഒരു ഇൻവോയ്സ്, PDF ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻവോയ്സ് നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഡ്യൂ ഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്രസ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ $15 എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള വാല്യൂ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഗൂഗിൾ ഷീറ്റ് എടുത്ത് നോക്കാം. ഇപ്പോൾ ഗൂഗിൾ ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും അടുത്ത എൻട്രി ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഇൻവോയ്സ് നമ്പർ, അതുപോലെ ഡ്യൂ ഡേറ്റ്, ഇഷ്യൂ ഡേറ്റ് October 21, 2024 എന്നുള്ളത് ആഡ് ആയിട്ടുണ്ട്. അതുപോലെ ഈ ഡ്യൂ ഡേറ്റ് എന്നുള്ള കോൾ ആഡ് ആയിട്ടുണ്ട്. പിന്നെ അഡ്രസ് ഫീൽഡ് ഇവിടെ ഉണ്ടായിരുന്ന അഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് ആഡ് ആയിട്ടുണ്ട്. അതുപോലെ എമൗണ്ട് $15 എന്നുള്ളതും ആഡ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മാനുവൽ വർക്ക് ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇത് മാനുവലി നോക്കി ഇതിനെ ഇൻവോയ്സ് ഈ എക്സൽ ഷീറ്റിലേക്ക് ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് എക്സൽ ഷീറ്റിലേക്ക് മാത്രമല്ല,
ഡിഫറെൻറ്റ് ടൂൾസിലേക്ക് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കതിൻ്റെ APIസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളിതിന് വേണ്ടിയിട്ട് എക്സാമ്പിൾ ട്യൂട്ടോറിയൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഗൂഗിൾ ഷീറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ വർക്ക് ഫ്ലോയുടെ ഉള്ളിൽ ഇവിടെ ഈ ചാറ്റ് വിൻഡോയിൽ ത്രൂ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രിഗറിനോട് ഈ ഒരു ചാറ്റ് ഈ ഒരു ട്രിഗറിനോട് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ്, ടെലിഗ്രാം അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇമെയിലിൽ ഒരു നിങ്ങൾക്ക് ഇൻവോയ്സ് റിസീവ് ചെയ്യുമ്പോൾ അങ്ങനത്തെ രീതിയിൽ ഡിഫറെൻറ്റ് ട്രിഗർ നോഡ്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെയാണോ ആ ഒരു ഫ്ലോ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് മാറ്റാം. ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ആ ഒരു വാട്സപ്പിൽ നിങ്ങൾക്കിപ്പം ഓരോ ആൾക്കാരുടെയും ബില്ല് അവർ ഫോട്ടോ എടുത്ത് ജസ്റ്റ് അയക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ വാട്സപ്പിൽ ഒരു ഇമേജ് റിസീവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ഏജൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ മെയിലിൽ നിങ്ങൾക്കത് റിസീവ് ചെയ്യുമ്പോഴത്തേക്കിനും ആ രീതിയിൽ നമുക്ക് ഈ ഒരു ട്രിഗർ സെറ്റ് ചെയ്യാം. അങ്ങനെയുള്ള രീതിയിൽ എങ്ങനെയാണോ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ആ ഒരു ഫ്ലോ വേണ്ടത് ആ ഒരു ലോജിക്ക് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ വർക്ക് ഫ്ലോനെ അല്ലെങ്കിൽ AI ഏജൻറ്റിന് നമുക്ക് അതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ഇപ്പോൾ ഇത് മാത്രമാണ് ചെയ്യുന്നത്, കാരണം ബേസിക്കായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ചാറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും പിന്നെ ഗൂഗിൾ ഷീറ്റിൽ അപ്പൻഡ് ആവുന്ന രീതിയിലും നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രാച്ചിന് എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നിങ്ങളൊരു ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അതിൽ നിങ്ങളുടെ ഷീറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കോളംസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ഇൻവോയ്സ് നമ്പർ, ഇഷ്യൂ ഡേറ്റ്, ഡ്യൂ ഡേറ്റ്, അഡ്രസ്സ്, ടോട്ടൽ എമൗണ്ട് ഇത്രയും ഫീൽഡാണ് വേണ്ടതെങ്കിൽ ഞാൻ അതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അഡീഷണൽ ഫീൽഡുകൾ വേണമെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വന്നിട്ട് പുതിയൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ചാറ്റ് മെസ്സേജ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ഓൺ ചാറ്റ് മെസ്സേജിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇത് വരും. ഇതിൻ്റെ ഉള്ളിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഇനീഷ്യലി നമ്മൾ സെറ്റ് ചെയ്യുമ്പം ഡിഫോൾട്ടായിട്ട് ഈ ഒരു ചാറ്റ് മെസ്സേജിൻ്റെ ഈ നോഡ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് അറ്റാച്ച്മെൻറ്റ് കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആഡ് ഫീൽഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യുക, അലൗ ഫയൽ അപ്ലോഡ്സ് എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇവിടെ അറ്റാച്ച്മെൻറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഇത് കൊടുത്തു. ഇനി നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്, അടുത്ത നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് PDF ആണോ ഇമേജ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ PDF ആണെങ്കിൽ നമ്മൾക്ക് പോകേണ്ട ഫ്ലോ വേറെയാണ്, ഇമേജ് ആണെങ്കിൽ നമുക്ക് പോകേണ്ട ഫ്ലോ വേറെയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം സാധാരണ നമ്മൾ കോഡൊക്കെ എഴുതുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ ഇഫ് എൽസ് കണ്ടീഷൻ ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ N18ൻ്റെ ഉള്ളിൽ നമുക്ക് ഇഫ് എൽസ് കൊടുക്കാൻ പറ്റുന്ന നോഡുണ്ട്. അപ്പോൾ ആ നോഡാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് നമുക്കിവിടെ സെർച്ച് നോഡ്സിൻ്റെ അവിടെ ഇഫ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഫ് എൽസ് കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നോഡ്. നമ്മൾ ഇതിലുള്ള പോലെ തന്നെ സ്വിച്ച് നോഡും അങ്ങനെ ഡിഫറെൻറ്റ് നോഡുകളുണ്ട്. അപ്പോൾ ഇഫ് ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഇനി ഈ ഇഫ് നോഡിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടീഷൻ സെറ്റ് ചെയ്ത് കൊടുക്കണം, ഏത് ഫ്ലോയിലേക്കാണ് പോകേണ്ടതെന്നുള്ളത്. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പം ഇഫിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കും, എന്നിട്ട് എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് കൊടുക്കും, എൽസ് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊടുക്കും അല്ലേ. അതുപോലെ തന്നെ അപ്പോൾ ഇഫിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ കണ്ടീഷൻ കൊടുക്കുക, അപ്പോൾ ഒരു വാല്യൂ ഈസ് ഈക്വൽ ടു ഉണ്ട് ഇവിടെ. അപ്പോൾ അതിന് സ്ട്രിങ് ആണോ, നമുക്ക് കിട്ടുന്ന വാല്യൂ സ്ട്രിങ്ങോ നമ്പറോ ഡേറ്റ് ടൈമോ ബൂളിയൻ അറേ ഒബ്ജക്റ്റ്, ഈ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു ആണോ, എക്സിസ്റ്റ് ആണോ, ഡസ് നോട്ട് എക്സിസ്റ്റ് ആണോ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഇത് ജസ്റ്റ് റീഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ എക്സിസ്റ്റ്, ഡസ് നോട്ട് എക്സിസ്റ്റ്, ഇസ് എം ടി, ഇസ് നോട്ട് എം ടി എന്നൊക്കെ ഉള്ളത് അതേതാന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ചൂസ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് എന്താണ്, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ നോഡ് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു PDF അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ PDF അപ്ലോഡ് ചെയ്തു. PDF അപ്ലോഡ് ചെയ്ത സമയത്ത് ഓക്കെ, ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തു. നമ്മുടെ ഈ രണ്ട് നോഡുകൾ എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ
ഈ ഇഫ് നോഡിൻ്റെ ഉള്ളിൽ എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇഫ് നോഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ സ്കീമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഇവിടെ ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് PDF എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ കണ്ടീഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ്, നമ്മുടെ ഫയൽ എക്സ്റ്റൻഷൻ = PDF എന്നുള്ളതാണെങ്കിൽ, അതിൻ്റെ വാല്യൂ PDF എന്നുള്ളതാണെങ്കിലാണ് നമ്മുടെ ഇഫ് കേസിലേക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ട്രൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവും. ഇനി ഫയൽ എക്സ്റ്റൻഷൻ PDF അല്ല എങ്കിൽ എന്ത് ചെയ്യും, എൽസ് കണ്ടീഷനിലേക്ക് പോവും. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ PDF ആണെങ്കിൽ നമുക്കുള്ള ലൂപ്പ്, ഇനി ഇമേജ് ആണെങ്കിൽ ഫാൾസ് എന്നുള്ള കണ്ടീഷനിലേക്ക് പോകാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഫസ്റ്റ് കേസ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് PDF ആണെങ്കിൽ ഉള്ളത് കാര്യങ്ങളിലേക്ക് പോവാം. ഇനി അപ്ലോഡ് ചെയ്യുന്നത് PDF ആണെങ്കിൽ നമുക്ക് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ PDF മൾട്ടിപ്പിൾ PDFs അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. ഒറ്റയടിക്ക് ചിലപ്പോൾ 2, 3, 4 ഇൻവോയ്സസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കോഡാണ് നമ്മളിനി കൊടുക്കേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, കോഡ് ബ്ലോക്ക് കൊടുക്കാം. കോഡ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ടുള്ള കോഡ് റൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വരുന്ന ഡേറ്റേനെ ഫോർ ലൂപ്പ് ഇട്ട് ലൂപ്പ് ചെയ്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നതിൽ തന്നെ ഒരു അറേ ആക്കി നമ്മളിവിടെ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളുടെ വരുന്ന ഡേറ്റ മൾട്ടിപ്പിൾ PDFs ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനായിട്ടുള്ള കോഡ് ബ്ലോക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു സ്പ്ലിറ്റ് ചെയ്ത ഡേറ്റേനെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് PDF-ൽ നിന്നും നമുക്ക് അതിൻ്റെ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ആ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഒരു നോഡാണ് എക്സ്ട്രാക്ട് ഫ്രം ഫയൽ എന്ന് പറയുന്ന ഒരു നോഡുണ്ട്. ഈ എക്സ്ട്രാക്ട് ഫ്രം ഫയൽ എന്ന് പറയുന്ന നോഡ് എടുക്കുക. എന്നിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാക്ട് ഫ്രം PDF എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാക്ട് ഫ്രം PDF കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എക്സ്ട്രാക്ട് ഫ്രം PDF എന്താണ്, നമ്മുടെ ഇൻപുട്ട് ബൈനറി ഡേറ്റ എന്നുള്ള ബൈനറി ഫീൽഡ് നമ്മുടെ ഡേറ്റ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും ചേഞ്ച് ചെയ്യാനായിട്ടില്ല. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ നമ്മളുടെ ഒരു ഏജൻ്റായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് AI ഏജൻറ്റിനെ നമ്മളിവിടെ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ AI ഏജൻറ്റിനെ ആഡ് ചെയ്തു. ഇനി ഏജൻറ്റിനെ നമുക്ക് അതിന് എല്ലാമായിട്ട് കണക്ട് ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, OpenAIയുടെ ചാറ്റ് മോഡിൽ വെച്ചിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒതൻറ്റിക്കേഷനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ടൂള് കണക്ട് ചെയ്യാം, ഗൂഗിൾ ഷീറ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ അതിന് നമുക്കിവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഗൂഗിൾ ഷീറ്റ്സ് ടൂള്, അപ്പോൾ ഇനി നമ്മൾ ഗൂഗിൾ ഷീറ്റിൻ്റെ ടൂള് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഒതൻറ്റിക്കേഷൻ ഏതാണോ ഇത് കണക്ട് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ റിസോഴ്സ് ഷീറ്റ് വിത്തിൻ എ ഡോക്യുമെൻ്റ് ആണ്. ഇനി എന്ത് ഓപ്പറേഷനാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്, നമുക്ക് ഒരു റോ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അപ്പൻഡ് റോ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്രിയേറ്റ് ന്യൂ റോ ഇൻ എ ഷീറ്റ്. ഇതൊന്നും നമുക്ക് കംപ്ലീറ്റ് കാണാതെ പഠിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഇതിൻ്റെ താഴെ അവർ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും ഈ ഓരോ ഓപ്പറേഷൻസ് എന്താണെന്നുള്ളത്. അതനുസരിച്ച് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് ഓരോ എന്താ പറയുക, ഇൻവോയ്സിൽ നിന്നും നമുക്ക് പുതിയൊരു റോ ക്രിയേറ്റ് ചെയ്യണം, നമ്മുടെ ഡേറ്റ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമുക്ക് വേണ്ട ഓപ്പറേഷൻ. അതുകൊണ്ടാണ് നമ്മൾ അപ്പൻഡ് റോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ ചൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഡോക്യുമെൻറ്റും അതുപോലെ ഷീറ്റും ചൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ അവർ നമ്മളുടെ ഇതിലുള്ള ഇത് കാണിക്കും, നമ്മുടെ ഇത് കണക്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിലുള്ള ഷീറ്റ്സ് ഒക്കെ കാണിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ പേര് ഇൻവോയ്സ് ലിസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇൻവോയ്സ് ലിസ്റ്റ് എന്ന് കാണിക്കുന്നത്. അത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ ഉള്ളിൽ തന്നെ ഷീറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നൊക്കെ ഉണ്ടാവുമല്ലോ ഗൂഗിൾ ഷീറ്റ്സിലും എക്സലിലും ഒക്കെ. അപ്പോൾ അതിലേത് ഷീറ്റാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഞാനിവിടെ ഷീറ്റ് 1 ആണ് നമുക്കുള്ളൂ, അതുകൊണ്ട് അത് മാത്രമാണ് ഓപ്ഷൻ കാണിക്കുന്നത്. ഷീറ്റ് 1 ചൂസ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് വാല്യൂസ് ഏതൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മോഡൽ തന്നെ, അത് ഏജൻ്റ് ആണല്ലോ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, അതുകൊണ്ട് മോഡൽ അത് ഡിസൈഡ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ചൂസ് ചെയ്ത് കൊടുക്കുന്നത്.
അതിന് നമ്മൾ ഗൂഗിൾ ഷീറ്റിൻ്റെ ടൂളും കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഏജൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏജൻറ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ ബിലോ ചൂസ് ചെയ്യുക. അതിന് ശേഷം നമുക്കിവിടെ എക്സ്പ്രഷൻ ആഡ് ചെയ്യണം, എന്താണ് നമ്മുടെ യൂസർ മെസ്സേജ് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ ഉള്ള നോഡുകളെല്ലാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. കാരണം എന്ത് ഡേറ്റയാണ് ഇവിടെ വരുന്നതെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ നമുക്കൊരു PDF അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിപ്പോൾ PDFൻ്റെ ഫ്ലോ ആണല്ലോ ചെയ്തേക്കുന്നത്, നമുക്ക് ഇമേജിൻ്റെ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് PDFൻ്റെ ഫ്ലോ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം, ഇവിടെ നമുക്ക് എന്ത് ഡേറ്റ കിട്ടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ ഓരോരോ നോഡായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്താണ് ഏജൻറ്റിന് ഇൻപുട്ട് ആയിട്ട് കിട്ടിയേക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾക്ക് എന്താണ് ഇവിടെ കൊടുക്കേണ്ടത്, നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ടെക്സ്റ്റാണ്. JSON. ഈ ടെക്സ്റ്റാണ് നമുക്ക് ഇതിന് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. കാരണം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഡേറ്റ എല്ലാം ഈ ഒരു ഫീൽഡിലാണുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഞാനിങ്ങോട്ട് മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ JSON.text ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിന്നാണ് എന്ത് ചെയ്യുക, നമ്മുടെ മോഡല് അല്ലെങ്കിൽ നമ്മുടെ LLM അതിനെ പാഴ്സ് ചെയ്ത് എന്ത് ചെയ്യുക, ഗൂഗിൾ ഷീറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇമേജ് ആണെങ്കിൽ ഉള്ള കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇമേജ് ആണെങ്കിലും ഇനി മൾട്ടിപ്പിൾ ഇമേജസ് അപ്ലോഡ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ ഇത് തന്നെയാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തന്നെ നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇവിടെ കണക്റ്റ് ചെയ്യാണ്. ഓക്കെ, ഫോൾസ് ആണെങ്കിൽ നമ്മൾ ഇമേജ് ആണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഇമേജിനെ നമ്മൾ മൾട്ടിപ്പിൾ ഇമേജസ് ഉണ്ടെങ്കിൽ അതിനെ ഫോർ ലൂപ്പ് ഇട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാനാണ് ഈ ഒരു കോഡ് ബ്ലോക്ക് കൊടുക്കുന്നത്. ഇനി ഇവിടെ നമ്മളിനി കണക്ട് ചെയ്യാൻ പോകുന്നത് OpenAIയുടെ തന്നെ ഇമേജിനെ അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു നോഡാണ്. അതിന് നമുക്കിവിടെ OpenAI ചൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഇമേജ് ആക്ഷൻസ് എന്ന് പറയുന്ന ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അനലൈസ് ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ OpenAIയുടെ ഏതാണോ നമ്മുടെ അക്കൗണ്ട് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. റിസോഴ്സ് ഇമേജ് ആയിരിക്കും. എന്താണ് എന്നുള്ള മോഡൽ നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഞാനിവിടെ മിനി മോഡൽ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ഇൻപുട്ട് എന്താണെന്ന് കൊടുക്കാം. ഞാനിവിടെ പറയുകയാണ്, അനലൈസ് ദിസ് ഇമേജ് ആൻഡ് എക്സ്ട്രാക്ട് ഓക്കെ എന്ന് കൊടുത്തു. ഇനി നമ്മളുടെ ഈ ഒരു ഇൻപുട്ട് ടൈപ്പ് ബൈനറി ഫയൽസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബൈനറി ഫയൽ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തു. അത് നമ്മൾ ഈ ഒരു നോഡും കണക്ട് ചെയ്തു. എന്നിട്ട് ഈ കിട്ടുന്ന ഡേറ്റേനെ എന്ത് ചെയ്തു, നമ്മൾ AI ഏജൻറ്റിലേക്ക് തന്നെ പാസ് ചെയ്ത് വിട്ടു. ഇനി AI ഏജൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് എന്ത് കൊടുക്കാനുണ്ട്, അതിൻ്റെ സിസ്റ്റം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നമ്മൾക്ക് ഇമേജ് ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ വരുന്നത് ടെക്സ്റ്റ് ആയിരിക്കില്ല, അതിൻ്റെ ഫീൽഡ് കീ വരുന്നത് ടെക്സ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇവിടെ ഈ കണ്ടോ, നമ്മുടെ എൽസ് കണ്ടീഷനിലേക്ക് വന്നു, ഈ ഒരു ഇമേജിൻ്റെ ഇതിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഒരു എറർ മെസ്സേജ് കിട്ടി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജൻറ്റിന് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു എന്താണ് ഇവിടെ JSON.text എന്ന് പറയുന്നത് നമ്മുടെ PDFൻ്റെ ഇൻപുട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ നമുക്കിവിടെ എന്ത് നോക്കാം, ഇവിടെ നമുക്ക് എന്ത് ഫോർം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടൻറ് എന്ന് പറയുന്ന ഈ ഒരു കീയുടെ ഉള്ളിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്തും കൂടി കിട്ടാം നമ്മുടെ ഏജൻറ്റിന്. PDF ആണെങ്കിൽ അതിന് കിട്ടുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആയിരിക്കും. ഇനി ഇമേജ് ആണെങ്കിൽ എന്ത് ചെയ്യും, കണ്ടൻറ് എന്നുള്ളതായിരിക്കും ഇതെന്നുള്ളത് നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഐദർ ടെക്സ്റ്റ് PDF ആണെങ്കിൽ ടെക്സ്റ്റ് ആയിരിക്കും കിട്ടുക, ഇമേജ് ആണെങ്കിൽ കണ്ടൻറ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇതാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ.
ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം മെസ്സേജ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സിസ്റ്റം മെസ്സേജ് കൊടുക്കുക. എന്താണ് നമ്മുടെ ഈ ഏജൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു സിസ്റ്റം മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. യു ആർ ആൻ AI അസിസ്റ്റൻറ്റ് ഹു ഗെറ്റ്സ് ദ ടെക്സ്റ്റ് ആസ് ഇൻപുട്ട് ആൻഡ് എക്സ്ട്രാക്ട് ദ ഡേറ്റ ഫ്രം ഇറ്റ്. എന്നിട്ട് നമുക്ക് വേണ്ട ഫോർമാറ്റ് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ദെൻ അപ്ഡേറ്റ് ടു ദ ഗൂഗിൾ ഷീറ്റ് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഏജൻറ്റ് കംപ്ലീറ്റ്ലി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു PDF അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുന്നത് ഒരു PDF അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഫ് കണ്ടീഷൻ ഇവിടെ ടിക്ക് മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു നോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻവോയ്സ് ലിസ്റ്റിൽ പോയി നോക്കാം. അപ്പോൾ ആ ഒരു എൻട്രി ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ PDFs അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതായത് ഒന്നിൽ കൂടുതൽ എണ്ണം നമുക്കിവിടെ അപ്ലോഡ്, ഇപ്പോൾ ഞാനിവിടെ 4-5 PDF അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ നോഡ് എക്സിക്യൂട്ട് ചെയ്ത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് അപ്ഡേറ്റഡ് ദ ഗൂഗിൾ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഗൂഗിൾ ഷീറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു 5 എൻട്രീസും ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കണ്ടീഷൻ നമ്മുടെ ഇമേജസ് നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ എൽസ് കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഇമേജിനെ അനലൈസ് ചെയ്യുന്നു, ഏജൻറ്റിലേക്ക് പോയി ഗൂഗിൾ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നോഡ് എക്സിക്യൂട്ടഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഹോട്ടൽ ബില്ല് നമ്മൾ കൊടുത്തിരുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ ഇൻവോയ്സ് നമ്പർ ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ഇമേജസ് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഫുഡ് ബില്ല് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ 2 ഇൻവോയ്സസിൻ്റെ ഇമേജസ് ഉണ്ട്, അതും കൂടി കൊടുക്കാം. എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ആ ഒരു എൻട്രീസ് എല്ലാം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. എന്ത് ഈസിയാന്ന് നോക്കിയപ്പോൾ നമ്മുടെ അടുത്ത് ബില്ലുകളുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ മാത്രം മതി, ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ ഒരു ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏജൻറ്റിൽ എന്ത് ചെയ്യാം, ഇവിടെ വാട്സപ്പ് ട്രിഗർ സെറ്റ് ചെയ്ത് കൊടുത്ത് ആ വാട്സപ്പിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഇൻവോയ്സുകൾ, ആ ഒരു ബില്ലിലുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളും എത്രയാണ് എമൗണ്ടും എല്ലാം എന്ത് ചെയ്യും, നമ്മുടെ ഗൂഗിൾ ഷീറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ആവും. ഈ സാധനം മാനുവലി ഒരാളിരുന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്തോരം സമയമെടുക്കും, എന്തോരം അതിൽ ചിലപ്പോൾ ഹ്യൂമൻ എറേഴ്സ് വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഏജൻറ്റ് ബിൽഡ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു ബേസിക് ഫ്ലോയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കോംപ്ലക്സ് ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടായിരിക്കും. കാരണം നമ്മളിതൊരു ബിഗിനർ ലെവൽ ട്യൂട്ടോറിയൽ എന്നുള്ള രീതിയിലാണിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമ്മൾക്ക് ഒരുപാട് എന്താ പറയുക വർക്ക് ഫ്ലോസ് ഇതിൽ കുറേ മിനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓരോ ബിസിനസ്സും ഡിഫറെൻ്റ് ആണല്ലോ. നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ ബിസിനസ് എങ്ങനെയാണോ ആ രീതിയിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാനായിട്ട് പറ്റും. പല കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ യൂസ് ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഒരു ഇതിനെ നല്ല രീതിയിൽ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാനായിട്ട് പോസിബിളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ AI ഏജൻസിൻ്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. N8 യൂസ് ചെയ്തിട്ട് ഇതുപോലെ നോ കോഡ് ആയിട്ടും ഏജൻറ്റ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താലും മതി. നമ്മുടെ ടീം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. ഇപ്പോൾ നിങ്ങളൊരു നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് AI ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക നല്ലൊരു ഫീൽഡാണ് ഈ AI ഏജൻറ്റ്സ്, എസ്പെഷ്യലി യൂസിങ് ഈ നോ കോഡ് ടൂൾസ് ഉപയോഗിച്ചിട്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോജിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള
AI ഏജൻസിനെ നോ കോഡൊക്കെ യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് AI അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, നമ്മളതിന് ഡെഫിനറ്റ്ലി റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും നമുക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനി ഏതെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വർക്ക് ഫ്ലോസും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇൻ ഡെപ്ത് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻസിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.